മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/10/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലം ആണ് നക്ഷത്രം. മൂലം 2-ാം പാദം. മീന ലഗ്നം. ലഗ്നത്തിൽ കുജൻ ഗുളികൻ. 2 ശൂന്യം. 3-ൽ വ്യാഴം. 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ശുക്രൻ കേതു. 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ബുധൻ. 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ ചന്ദ്രൻ ശനി. 11 ശൂന്യം. 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണത്. വളരെ ടഫായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ഗ്രഹസ്ഥിതി കൂടിയാണ് പല കാര്യങ്ങൾക്കും. അതിൽ പ്രധാനമായിട്ടും ലഗ്നത്തിൽ കുജൻ ഗുളികൻ കോമ്പിനേഷൻ. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലഗ്നത്തിലെ ഗുളികനെ പ്രത്യേകം കരുതുക തന്നെ വേണമെന്ന്. അപ്പോൾ അതിനോടൊത്ത് കുജൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള കട്ടി സ്വഭാവം കൂടിയ ഗ്രഹങ്ങളിൽ ഒന്നാണ് കുജൻ. അപ്പോൾ കുജൻ ഗുളികൻ കോമ്പിനേഷൻ ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം 3-ൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴം എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പൊതുവേ ജീവിതത്തിൽ അല്പം ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള, അതല്ല എങ്കിൽ തീരെ രസിക്കാത്ത, പിടിക്കാത്ത, യോജിക്കാത്ത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരാമെന്നതിൻ്റെ ഒരു സൂചന തന്നെയാണത്. അതങ്ങനെ തന്നെയാണ്. നിർഭാഗ്യവശാൽ ലഗ്നാൽ 7-ൽ സൂര്യൻ ബുധൻ നിൽക്കുന്നു. അവിടേക്ക് കുജൻ 7-ാമത്തെ ദൃഷ്ടി നടത്തുന്നു. ഇവിടെ പൊതുവെ ബുധൻ ഒക്കെ 7-ൽ, പ്രത്യേകിച്ച് കന്നിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ഭദ്രായോഗം എന്ന് പറയുന്ന ഒരു മഹായോഗം കൊടുക്കുന്ന ബുധനാണ്. പക്ഷേ അതിവിടെ നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. എന്തുകൊണ്ടാണത്? സൂര്യൻ ബുധൻ കോമ്പിനേഷൻ പൊതുവെ വളരെ നല്ലതാണ്. പക്ഷേ ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 7-ാമത്തെ ദൃഷ്ടി 7-ലേക്ക് വന്നു. ബുധൻ സൂര്യൻ നിൽക്കുന്ന ഇടത്തേക്ക്. അതേപോലെ തന്നെ സൂര്യൻ കുജൻ കോമ്പിനേഷൻ ഡെഡ്ലി കോമ്പിനേഷനാണ്. ഭയക്കേണ്ടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ, ചില ഗ്രഹനിലകളിൽ കുജൻ സൂര്യൻ ഒപ്പം നിൽക്കുന്നതോ സൂര്യൻ നിൽക്കുന്നിടത്തേക്ക് കുജൻ്റെ ദൃഷ്ടി വരുന്നതോ, ശത്രുത, ഈഗോ ഒരിക്കലും ചേർന്ന് പോകാത്ത അവസ്ഥ വിവാഹ സംബന്ധമായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടേക്കാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ 10-ൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി ലഗ്നാൽ 7-ലേക്ക് വിവാഹ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ശനി സൂര്യൻ കോമ്പിനേഷനായി, സൂര്യൻ കുജൻ കോമ്പിനേഷനായി, ശത്രുവായിട്ടുള്ള കുജൻ ബുധനെ വീക്ഷിക്കുന്നതുമായി ശത്രുത തന്നെ അവിടെ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു രീതിയിലും യോജിച്ചു പോകാൻ പറ്റാത്ത വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, വ്യാഴത്തിൻ്റെ 5-ാമത് ദൃഷ്ടി ഇവിടേക്ക് എത്തുമ്പോഴാണ് ഇത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഈ വ്യക്തി വിവാഹ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴം 3-ൽ നിൽക്കുന്നു. അത് ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴമായപ്പോൾ ഗുളികൻ്റെ പവർ വ്യാഴത്തെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ട്, കണിശമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് വ്യാഴത്തെ ബലപ്പെടുത്തുക എന്ന് പറയുന്ന ഒറ്റ വഴി അതിന് മുന്നിലുള്ളൂ. അതിനെ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ, വ്യാഴത്തെ പവർഫുള്ളാക്കാൻ കൃത്യമായി പരിഹാരങ്ങൾ എടുത്താൽ മാത്രമേ ഇതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗുണം ഈ വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ഗ്രഹനില പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് ലഗ്നാൽ 7-ൽ ബുധൻ ഭദ്രായോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കാം. പക്ഷേ ഇദ്ദേഹം ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ സമാനതകളില്ലാത്ത മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. സൂര്യൻ ബുധൻ ഒരുമിച്ച് നിൽക്കുന്നു. ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 7-ാം ദൃഷ്ടി അവിടേക്ക് വരുന്നു. ചന്ദ്രനോടൊത്ത്, മനസ്സിൻ്റെ കാരകനാണ് ഇവിടെ, 5-ാം ഭാവാധിപനാണ്. മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ ശനിയോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രൻ ശനി കോമ്പിനേഷൻ. അതല്ല എങ്കിൽ ചന്ദ്രൻ രാഹു കോമ്പിനേഷൻ. അതുമല്ല എങ്കിൽ ചന്ദ്രൻ കേതു കോമ്പിനേഷൻ. അതുമല്ല എങ്കിൽ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ. പൊതുവേ ചന്ദ്രൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇത്തരം കട്ടി സ്വഭാവമുള്ള ആളുകൾ ചന്ദ്രനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അത് മനസ്സിനെ, ഇവിടെ അത് 5-ാം ഭാവാധിപൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ആണ്, സന്താന സ്ഥാനത്തിൻ്റെ അധിപൻ ആണ്. മനസ്സിനെ പിടിക്കുക തന്നെ ചെയ്യും. മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായി വരാം. സ്വസ്ഥതയെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ.
അതേപോലെ തന്നെ ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത, 7ാം ഭാവത്തെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വിവാഹകാരക ഗ്രഹം ശുക്രൻ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുവിടെ 12ൽ നിൽക്കുന്നു. ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയിൽ, ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയിൽ. അപ്പോൾ ഇടത്തു നിന്ന് ശനിയും വലത്തു നിന്ന് ഗുളികനും ദൃഷ്ടി ചെയ്യുന്ന രാഹുവിൻ്റെ 7ാമത്തെ ദൃഷ്ടിയാണ് വിവാഹകാരക ഗ്രഹത്തിലേക്ക് എത്തുന്നത്. അതും വിവാഹ ജീവിതത്തിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിനൊരു വലിയ കാരണം തന്നെയാണ്. അപ്പോൾ 7ാം ഭാവവും നെഗറ്റീവാക്കി, വിവാഹകാരകനെയും നെഗറ്റീവാക്കി. അതേപോലെ തന്നെയാണ് ഈ വ്യാഴം നിൽക്കുന്നത്. 5ാമത്തെ ദൃഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴമാണ്, 3ലാണ് അത് നിൽക്കുന്നത്. അത് അല്പം പതുക്കെ വർക്ക് ചെയ്യുകയുള്ളൂ. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരമെടുത്ത് വ്യാഴത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള വിവാഹ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നിരുന്നാൽ തന്നെയും ഏതെങ്കിലും രീതിയിൽ ആ ഒരു മേഖലയെ പോസിറ്റീവാക്കി മാറ്റാൻ അത് സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരല്പം ക്ഷമ കാണിച്ചേ മതിയാവും. കാരണം ഇദ്ദേഹം ചന്ദ്രദശയിലാണ് സഞ്ചരിക്കുന്നത്. 2029 വരെ ചന്ദ്രനുണ്ട്. അത് ശനിയോടൊത്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. പരീക്ഷണങ്ങൾ മനസ്സ് സംബന്ധമായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ചിലവുകൾ, വ്യയസ്ഥാനത്ത് രാഹു, അവിടേക്ക് ശനിയുടെ ദൃഷ്ടി, ഗുളികൻ്റെ ദൃഷ്ടി, ഇതെല്ലാം തന്നെ ഈ 12ലേക്ക് രാഹു നിൽക്കുന്നിടത്തേക്ക് വരുന്ന സമയത്ത് വരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യും. മാത്രവുമല്ല 10ാം ഭാവാധിപൻ വ്യാഴമാണ് 3ൽ നിൽക്കുന്നത്. 10ൽ ശനി ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ, തടസ്സങ്ങൾ, കിട്ടേണ്ടുന്ന പരിഗണന കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ പഠിച്ച ജോലിക്ക് അപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഉയർന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നു എന്ന രീതിയിൽ കയറിയിട്ട് താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇദ്ദേഹത്തിന് ജോലി നഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ജോലിയൊക്കെ ഇദ്ദേഹത്തിന് ശ്രമിച്ചാൽ ഈ വർഷം തന്നെ ഒരു 6-7 മാസത്തിനകം തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും കൂടെ പോസിറ്റീവായി മാറും. ഒന്നും കൂടെ അത് വേഗത്തിൽ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും. ഇത് ജോലിയുടെ സ്ഥാനത്താണ് ഈ പറയുന്ന ചന്ദ്രൻ ശനി കോമ്പിനേഷൻ. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടും ഒരു സ്വസ്ഥതയില്ലായ്മ, മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് ഉണ്ടാവുക സർവ്വസാധാരണമാണ്. അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണിത്. എന്തുകൊണ്ടും ഈ ലഗ്നത്തിലൊക്കെ കുജൻ നിൽക്കുകയും അല്ലെങ്കിൽ ലഗ്നത്തിൽ ശനി നിൽക്കുകയും അതിനോടൊത്ത് ഗുളികനൊക്കെ നിൽക്കുന്നു, കുജൻ നിൽക്കുന്നു, ഗുളികൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നം ആ വ്യക്തിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ട് പരിഹാരം ചെയ്യേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ മൂലമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു, 93 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, അതിനുശേഷം സൂര്യൻ 2019 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2029 വരെ, ശേഷം 7 കൊല്ലം കുജൻ 2036 വരെ. കൃത്യമായിട്ട് പരിഹാരമെടുത്ത് പോയില്ല എങ്കിൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ എന്നൊക്കെ പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ആക്രമണം ആ വ്യക്തിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, അതുമല്ല എങ്കിൽ സാമ്പത്തികമായിട്ടാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം കണിശമായിട്ടും എടുക്കേണ്ടത് തന്നെയാണ്. ഈ കുജദശയ്ക്ക് ശേഷം രാഹു ദശയിലേക്ക് കടക്കും 2054 വരെ. ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ബുധനാണ് 2025 സെപ്റ്റംബർ 17 തൊട്ട് 2027 ഫെബ്രുവരി 15-ാം തീയതി വരെ ചന്ദ്രനിൽ ബുധൻ. ചന്ദ്രൻ ശനിയോടൊത്ത് നിൽക്കുന്നു, ബുധൻ സൂര്യനോടൊത്ത് ശനിയുടെയും ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് ഇത് എന്ന് തിരിച്ചറിയുക. കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതിലൊരു 60% അറ്റ് ദ മാക്സിമം ഒരു 60% വരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ വരുത്താൻ സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.